ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കൈക്കുഞ്ഞുങ്ങളുമൊക്കെയായി ധാരാളം ആളുകൾ രാവിലെ ഈ വീട്ടിലേക്ക് വരുന്നത്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ കുട്ടികളെയൊക്കെ ഒക്കെ തിരുത്തിയ ആളുകൾ ശ്രീനിവാസനെ കാണാൻ വേണ്ടി ഇവിടേക്ക്, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ ഈ വീടിൻ്റെ പരിസരത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വീടിൻ്റെ അയൽപക്കത്തൊക്കെയുള്ള കൊച്ചുകുട്ടികൾ, ഈ കാര്യങ്ങളുടെ ഗൗരവം അത്രത്തോളം മനസ്സിലാക്കാത്ത ചെറിയ കുട്ടികളാണ്. അവർ മാത്രമാണ് ശ്രീനിയങ്കിൾ എന്ന് ശ്രീനിവാസനെ അഭിസംബോധന ചെയ്തത്. ബാക്കി മുഴുവൻ ആളുകളുടെയും ശ്രീനിയേട്ടനായിരുന്നു. അങ്ങനെ ശ്രീനിയങ്കിൾ എന്ന് കുഞ്ഞുങ്ങൾ മാത്രം വിളിക്കുന്ന ബാക്കിയുള്ളവരുടെയൊക്കെ ഏട്ടനായ, അവരുടെയൊക്കെ പ്രായത്തിൽ മുതിർന്നവരാണെങ്കിൽ പോലും ശ്രീനിയേട്ടൻ എന്ന് വിളിച്ച് ആ ബഹുമാനം കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇന്നലെ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ കണ്ടത്. കണ്ടനാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അധികകാലമൊന്നുമായില്ല ഇവിടെ വീട് വെച്ച് ഇവിടെ ഒരു സ്ഥലം വാങ്ങി താമസം തുടങ്ങിയിട്ട് അത്ര നാളുകളൊന്നുമായില്ല. പക്ഷേ ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ നാട്ടിലെ ഒരു എല്ലാ തരത്തിലും ഒരു പ്രധാനപ്പെട്ടയാളായി അദ്ദേഹം മാറി. ഇവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ച് ജൈവ കൃഷിയിലേക്ക് തിരിച്ച് തരിശായി കിടന്ന പാടശേഖരങ്ങളിൽ നൂറുമേനി വിളയിച്ച, സിനിമയിൽ എങ്ങനെയാണോ അദ്ദേഹം നൂറുമേനി കൊയ്തെടുത്തത് അതുപോലെ കാർഷിക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ നല്ലവരായ കർഷകരെയൊക്കെ ചേർത്ത് അവിടെയും നൂറുമേനി വിളയിച്ച ഒരു കർഷകൻ കൂടിയായിരുന്നു. സിനിമയിലും നൂറുമേനി, അദ്ദേഹത്തിൻ്റെ കാർഷിക ജീവിതത്തിലും നൂറുമേനി. അങ്ങനെ ഈ ജീവിതത്തെ ആ നിലയിൽ സന്തോഷത്തോടെ വളരെ പോസിറ്റീവായി ആഘോഷിച്ച ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. മലയാള സിനിമയ്ക്ക് മാത്രമല്ല, മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, നല്ല മനുഷ്യരുടെ സാമീപ്യം എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യ സ്നേഹികൾക്കും ശ്രീനിവാസൻ എന്ന ശ്രീനിയേട്ടൻ്റെ വിയോഗം തീരാ നഷ്ടമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമുക്ക് ഏവർക്കും എപ്പോൾ വേണമെങ്കിലും കലഹിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ പിണങ്ങാവുന്ന ഒക്കെ ഒരു സാമീപ്യം, സ്നേഹത്തോടെ കലഹിക്കാനും സ്നേഹത്തോടെ പിണങ്ങാവുന്ന ഒരു സാമീപ്യം കൂടിയായിരുന്നു. അങ്ങേറ്റം ഊഷ്മളമായ ഹൃദയബന്ധം അദ്ദേഹത്തിന് എപ്പോഴും സൂക്ഷിക്കാൻ കഴിയും. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സന്ദേശം എന്ന സിനിമയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന ഒരു സമയത്ത് വളരെ വിപുലമായ ഒരു സംവാദം സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ചെറുപ്പക്കാരായ ചലച്ചിത്ര പ്രവർത്തകർ അദ്ദേഹത്തോട് തുടർച്ചയായി ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ അകക്കാമ്പ് എന്നത്, താങ്കളുടെ സന്ദേശം എന്ന സിനിമ ഒരു അരാഷ്ട്രീയ സിനിമയല്ലേ, താങ്കൾ അരാഷ്ട്രീയത വളർത്താനല്ലേ ശ്രമിച്ചത് സിനിമയിലൂടെ? സന്ദേശം എന്ന സിനിമയിലൂടെ മാത്രമല്ല, താങ്കളുടെ ഇപ്പോഴത്തെ ജീവിതത്തിലും താങ്കൾ അരാഷ്ട്രീയ കൂട്ടായ്മകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന വിമർശനത്തെ വളരെ സ്നേഹത്തോടെ വളരെ ഊഷ്മളമായി അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എൻ്റെ സന്ദേശം സിനിമയുടെ അവസാന ഭാഗം നിങ്ങൾ കാണുക. അതിൽ ഞാൻ അരാഷ്ട്രീയക്കാരനാണോ, ഞാൻ അരാഷ്ട്രീയത വളർത്തുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അതിൽ മനസ്സിലാകും. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയുടെയും അവസാന ഭാഗം നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ ഞാൻ എന്താണ് സമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് എന്ന് നിങ്ങൾക്ക് ആ അവസാന സീനിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞ ആ സംവാദത്തിന് അദ്ദേഹം മറുപടി പറയുകയാണ് ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങൾ അതിലേക്ക് പിന്നീട് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. കാരണം അത് വളരെ വ്യക്തവുമായിരുന്നു. ശ്രീനിവാസൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സിനിമ എന്നത് ആ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണല്ലോ, നമ്മൾ എന്തുകൊണ്ട് അതിന് ഉപയോഗിച്ചുകൂടാ എന്ന് ശ്രീനിവാസൻ മാധ്യമപ്രവർത്തകരോട് ഒരു ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ, ഞാൻ ഇന്നലെ അത് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ തുടങ്ങുമ്പോൾ ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തെ വിജയൻ എന്ന കഥാപാത്രത്തെ നമ്മൾ ശ്യാമളയിലൂടെയാണ് ആദ്യം കാണുന്നത്. വിജയേട്ടൻ ഇവിടെ ഇല്ല, മീൻ വാങ്ങാൻ പോയതാണ്, വെള്ളിയാഴ്ച പോയതാണ്, ഞായറാഴ്ച വരുമായിരിക്കും, അല്ലെങ്കിൽ എന്ന് വരുമെന്നറിയില്ല എന്ന കഥാപാത്രത്തെ പറ്റിയാണ്, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് ഭാര്യ ശ്യാമള ആദ്യം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കഥാപാത്രത്തെ ഒരൊറ്റ ഡയലോഗിലൂടെ ശ്രീനിവാസൻ തന്നെ ആ സിനിമയിൽ വരച്ചിട്ടിട്ടുണ്ട്. താൻ പ്രതിദാനം ചെയ്യുന്ന തൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ഈ നിലയിലുള്ളവരാണ്. അവർക്കൊന്നും ഒരു അമാനുഷിക ഭാവമേ ഉണ്ടായിരുന്നില്ല. അങ്ങേയറ്റം മനുഷ്യരോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സർവ്വസാധാരണനായ മനുഷ്യൻ്റെ എല്ലാ ഗുണദോഷങ്ങളും സമ്മിശ്രമായി കഥാപാത്രങ്ങളിൽ കണ്ട ആളാണ്. അതിന് ഉദയനാണ് താരത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ അമാനുഷിക കഥാപാത്രങ്ങളെ അഭ്രപാളികളിൽ കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ സിനിമാ പ്രവർത്തകർക്കുള്ള വലിയ മറുപടി കൂടിയാണ്. അതിൻ്റെ പേരിൽ പലരും അദ്ദേഹത്തോട് കലഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ കലഹിച്ചവരോടൊക്കെ ശ്രീനിവാസൻ വലിയ ചിരിയോടുകൂടിയാണ് പിന്നീട് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും
അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെയും അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെയും അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളിലൂടെയും ഒക്കെ ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ നവഭാവുകത്വം വളർത്തുകയാണ് ചെയ്തത്. അത് നമ്മൾ ഈ പറയുന്ന പോലെ മുകേഷ് ഇന്നലെ സംസാരിച്ചപ്പോൾ വേവ് ലെങ്ത് എന്ന വാക്കാണ് മുകേഷ് ഉപയോഗിച്ചത്. എന്നോട് ഏറ്റവും നല്ല വേവ് ലെങ്ത് ഉള്ള, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഒരേപോലെയുള്ള രണ്ട് പേരായിരുന്നു ഞാനും ശ്രീനിവാസനും എന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ മുകേഷ് പറയാറ്. നമ്മൾ മുകേഷിനെ ശ്രീനിവാസൻ്റെ ഈ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ കാണുമ്പോൾ നമുക്ക് എത്രയെത്ര സിനിമാ രംഗങ്ങളാണ് നമ്മളുടെ മുന്നിലൂടെ കടന്നു വരുന്നത്. ഇന്നലെ മോഹൻലാലും മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ടൗൺ ഹാളിൽ ഇരിക്കുമ്പോഴും നമുക്ക് അത്ര ഓർമ്മകൾ ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാടിന് പലപ്പോഴും ശ്രീനിവാസനെ പറ്റി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് സംസാരിക്കുമ്പോൾ സ്വരം ഇടറുന്നത്, ശബ്ദം കിട്ടാതെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. രണ്ടാഴ്ച കൂടുമ്പോൾ ശ്രീനിവാസനെ കാണാൻ തൃശ്ശൂരിലെ അന്തിക്കാട് നിന്ന് സത്യൻ ഇവിടെ എത്തുമായിരുന്നു. ഇവിടെ എത്തി ഒരു ദിവസം മുഴുവൻ ശ്രീനിവാസനോടൊപ്പം ചെലവഴിച്ചാണ് അദ്ദേഹം മടങ്ങാറുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുടെ ഇടയിൽ ഒരു കലർപ്പുമില്ലാത്ത സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ നിലയിൽ ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങൾ കലശലായിരുന്നപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ എത്തി, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് അദ്ദേഹത്തെ ചാർജ് ചെയ്താണ് ഞാൻ മടങ്ങുന്നത് എന്നാണ് സത്യനന്ദിക്കാട് വളരെ ഹൃദയവേദനയോടെ പറഞ്ഞത്. ഈ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളിൽ ഒരാളാണ് സത്യനന്ദിക്കാട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളാണ് മുകേഷും എന്ന് തോന്നുന്നു. ഇന്നലെ പറയുമ്പോൾ മുകേഷിനും വലിയ വിഷമമുണ്ടായിരുന്നു. മോഹൻലാൽ പറഞ്ഞത് സിനിമയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ദാസനും വിജയനുമായിരുന്നു. നമ്മൾ ഒരു ശരാശരി മലയാളി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ശ്രീനിവാസൻ്റെ കഥാപാത്രത്തെ പറ്റി ആലോചിക്കാത്ത ഒരു പക്ഷേ നമ്മൾ ബോധപൂർവമായിരിക്കില്ല ആലോചിക്കാത്ത ആ കഥാപാത്രം പറഞ്ഞ ഡയലോഗുകൾ പറയാത്ത ദിവസങ്ങൾ ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. യേശുദാസിൻ്റെ പാട്ട് കേൾക്കാത്ത ദിവസം നമുക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ശ്രീനിവാസൻ കഥാപാത്രങ്ങളെ പറ്റി അദ്ദേഹം എഴുതിയ ഡയലോഗുകൾ, അദ്ദേഹം സ്ക്രീനിൽ പറഞ്ഞ ഡയലോഗുകൾ പറയാത്ത ഒരു ദിവസം ഉണ്ടാകില്ല. നല്ല സുഹൃത്തുക്കളെ, ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന സുഹൃത്തുക്കളെ അവർ ദാസനും വിജയനും പോലെയുമെന്ന് നമ്മളുടെ പതിവ് രീതിയാക്കി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ സംഭാഷണത്തിൻ്റെ, നമ്മളുടെ മലയാളത്തിൻ്റെ ഒരു പ്രയോഗ രീതിയായി മാറുകയും ചെയ്തു ദാസനും വിജയനും. അങ്ങനെ ദാസനും വിജയനും നമ്മൾ കട്ടൻ ചായയും പരിപ്പുവടയും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അരാഷ്ട്രീയ സിനിമകൾ എന്ന സന്ദേശത്തെ വിമർശിച്ചവരൊക്കെ തന്നെയാണ് അതിലെ ഡയലോഗുകളും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ വെച്ച് വലിയ രാഷ്ട്രീയ ട്രോളുകൾ ഉണ്ടാക്കി കേരളത്തിൽ ചർച്ചയാക്കിയത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിഞ്ഞപ്പോൾ ശ്രീനിവാസൻ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അതിനുശേഷം ആ സമയത്താണ് സത്യനന്ദിക്കാട് അദ്ദേഹത്തെ വീണ്ടും കാണാൻ വന്ന. ആ ഘട്ടത്തിലും പറഞ്ഞു, ശ്രീനി, നമ്മളുടെ സന്ദേശത്തിലെ ഡയലോഗുകളൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും. അദ്ദേഹത്തിൻ്റെ വലിയ ചിരിയായിരുന്നു അതിന് മറുപടി. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും, അത് ഇനിയിപ്പോൾ ശ്രീനിവാസൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹം നമ്മളിൽ നിന്നും മറയുമ്പോഴും ഇനിയും വരാനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും ഒക്കെ. ആ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ എഴുതിയിട്ട, അദ്ദേഹം പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളിലൂടെയൊക്കെ വന്ന കഥകളും തിരക്കഥകളും സിനിമകളും ഒക്കെ ആയിരിക്കും നമ്മളുടെ ട്രോളുകൾ. അത് പുതിയ തലമുറയുടെ, നമ്മുടെ ജെൻസി കുട്ടികളുടെ ട്രോളുകളിൽ പോലും അത്തരം കഥാപാത്രങ്ങൾ അതിന് ജീവൻ പകരുന്നത് ശ്രീനിവാസൻ്റെ എഴുതി വെച്ച വരികളും വാക്കുകളും അദ്ദേഹം പറഞ്ഞ ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഒക്കെ ആയിരിക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. സംസ്കാര ചടങ്ങുകൾ നമ്മൾ പറഞ്ഞിങ്ങനെ നീണ്ടുപോഴും അത് നീണ്ടു പോവുകയാണ്. അദ്ദേഹത്തെ കാണാനായി വീടിന് പുറത്ത് കാത്തു നിൽക്കുന്നവർക്ക് അവസരം നൽകുക, അതിനുവേണ്ടി മുഴുവൻ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ച് അശ്രുപൂജകൾ ഏറ്റുവാങ്ങി ശ്രീനിവാസൻ കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുകയാണ്. അത് അങ്ങേയറ്റം വലിയ വിഷമം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും മലയാള ചലച്ചിത്ര പ്രേമികൾക്കും മാത്രമല്ല, അദ്ദേഹത്തെ പറ്റി അറിവുള്ള മുഴുവൻ ആളുകൾക്കും അത് അവരുടെ വ്യക്തിപരമായി നഷ്ടമാകുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. അവരുടെ ജീവിതം ആണ് ഒരർത്ഥത്തിൽ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പറഞ്ഞത്. ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത, അങ്ങേയറ്റം റിയലിസ്റ്റിക്കായ കഥാപാത്രങ്ങൾ, സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന, സാധാരണ മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യുന്ന, അവരെ പോലെ പെരുമാറുന്ന, അവരെ പോലെ സംസാരിക്കുന്ന, ഒട്ടും നാട്യങ്ങളില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസൻ സ്ക്രീനിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളിലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ മലയാളി കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.